യൂട്യൂബിന്റെ പുതിയ ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് നിങ്ങളിൽ പലർക്കും ഇനി ആ മെയിലിലേക്ക് പോവാം. 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ല. ഹാപ്പി ആയ ഒരു ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഡെയിലി വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണോ? 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സ് വന്ന യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണോ? യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വീഡിയോസ് ചെയ്യുന്നവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവണം. അതുപോലെ ഷോർട്സ് ചെയ്യുന്നവർക്ക് 3 മന്തിനുള്ളിൽ 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കണം. യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ല. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയ ഒരു ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂട്യൂബിന്റെ പുതിയ ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് നിങ്ങളിൽ പലർക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ മെയിൽ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ 2025 യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നമ്മളുടെ ചാനലിൽ ചെയ്യേണ്ട എല്ലാ സെറ്റിംഗ്സിനെ പറ്റിയുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ഞാൻ മുകളിൽ ഐ ബട്ടണിലെ ലിങ്ക് കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണുക. ഇനി ആ മെയിലിലേക്ക് പോവാം. ഇവിടെ സൈഡ് സ്ക്രീനിൽ എനിക്ക് വന്ന മെയിൽ ഞാൻ കാണിക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ മെയിലിലെ ഉള്ളടക്കമെന്നും അതുവഴി നമ്മുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നും. ഇവിടെ താഴെയായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ പ്രൈവറ്റ് വീഡിയോ വാസ് ഷെയർഡ് വിത്ത് യു. അതായത് യൂട്യൂബ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു പ്രൈവറ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി താഴെയായി നോക്കുമ്പോൾ കാണാം യൂട്യൂബ് ലോഗോയുണ്ട്, ഡിസ്ക്ലൈമർ എഴുതിയിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് ഫോർ ദ മോണിറ്റൈസേഷൻ പോളിസി, ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ഫോർ ഡീറ്റെയിൽസ്. യൂട്യൂബ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ അപ്ഡേഷൻ ചെയ്യേണ്ടതെന്ന്. സാധാരണ നമ്മൾക്കൊക്കെ ഇങ്ങനെ ഒരു മെയിൽ വന്നാൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാറാണ് പതിവ്. കാരണം മുകളിൽ യൂട്യൂബിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ മെയിലിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയും. അതുപോലെ സൈഡിലായിട്ട് നോ റിപ്ലൈ youtube.com എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് യൂട്യൂബിൽ നിന്നും വന്ന മെയിൽ തന്നെയാണെന്ന്. പക്ഷേ ഇത് യൂട്യൂബിൽ നിന്നും വന്ന മെയിൽ അല്ല, ഇതൊരു ഫേക്ക് മെയിലാണ്. ഇങ്ങനെ വരുന്ന മെയിലുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ചാനൽ ഹാക്ക് ആവും. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും ഇങ്ങനെ ഒരു മെയിൽ കാണുമ്പോൾ അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാറാണ് പതിവ്. കാരണം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ക്രൈറ്റീരിയ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഫേക്ക് മെയിലുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. യൂട്യൂബ് തന്നെ YT സ്റ്റുഡിയോ നോട്ടിഫിക്കേഷനിൽ ഈ അടുത്തിടെയായിട്ട് 2 നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് യുവർ ചാനൽ ഫ്രം മാൽവെയർ, ടേൺ ഓൺ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ഡൗൺലോഡിംഗ് ഫയൽസ് ഇൻ ക്രോം എന്നാണ്. ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയക്കുന്നത് തന്നെ അൺവാണ്ടഡ് ലിങ്കുകളിൽ നിന്നും ഹാക്കേഴ്സിൽ നിന്നും ഒക്കെ നമ്മുടെ ചാനൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. ഇതുപോലെ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ YT സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ മറ്റൊരു പേജ് ക്രോം ബ്രൗസറിൽ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതിൽ മാനേജ്ഡ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഈ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓൺ ആവുന്നതോടൊപ്പം തന്നെ എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. വാച്ച് ഔട്ട് ഫോർ സസ്പീഷ്യസ് റിക്വസ്റ്റ്, ഇഗ്നോർ ലിങ്ക്സ് ആൻഡ് ഫയൽസ് ഫ്രം അൺട്രസ്റ്റഡ് സോഴ്സ്, ആൾവേസ് വെരിഫൈ ഓഫേഴ്സ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിൽ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലൈമറും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് മെയിലുകളിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക. യൂട്യൂബ് തന്നെ റിമൈൻഡർ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി ആ ഓപ്ഷൻസ് ഒക്കെ ഓൺ ആക്കി കൊടുക്കുക. അതുവഴി നമ്മുടെ ചാനലിനെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.